ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൺ. ഇന്ന് പപ്പടം നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സ്. അതിൽ ചേരുന്ന ചേരുവകളൊക്കെ ചേർത്തൊരു സ്നാക്സ് ഉണ്ടാക്കി. പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള ഐറ്റം ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ നോക്കാം. തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ചൂടായി വരുമ്പോൾ സവോള ചോപ്പ് ചെയ്ത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. വഴച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കറിയാം, മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഗ്രേവിയിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളത്തിൻ്റെ അംശമാണ് അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഗ്രേവി ആയിട്ട് വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. തുള്ളി വെളിച്ചെണ്ണയും കൂടി പോരെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരുന്ന രീതിയിൽ കിട്ടുന്ന വരെ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെള്ളം ചാലിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പശ പോലെ നമുക്ക് നന്നായിട്ട് കലക്കി മിക്സാക്കി എടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പശ പോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി സാധാ നമ്മുടെ പപ്പടം ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. ഈ പപ്പടം നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുക്കണം. വെള്ളത്തിൽ നമ്മൾ മെല്ലെ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം നനച്ചെടുക്കുക. ഒരുപാട് കൂടുതൽ സമയമൊന്നും നനച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കിനി ഈ ഫില്ല് ചെയ്യുന്നത് ഉള്ള ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോ 2 ടീസ്പൂണോളൊക്കെ ഇടാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഈ മൈദ മാവ് കലക്കിയിട്ടില്ല, അതിങ്ങനെ ഒട്ടിക്കാനായിട്ട് പുരട്ടി കൊടുക്കാം. അതിന് ശേഷം അത് എടുത്തിട്ട് അപ്പുറത്തേക്ക് മടക്കുകയാണ്. മടക്കിയിട്ട് നന്നായിട്ട് ആ സൈഡ് ഭാഗം മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളിത് പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ പപ്പടമൊക്കെ ഫില്ല് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അല്ലാതെ ഫില്ല് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, 2 എണ്ണമൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫില്ലിങ് നമ്മൾക്ക് എത്രത്തോളം ഉണ്ടാകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ സ്നാക്സ് എണ്ണം കൂടുതലാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊരു പാനിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഫില്ല് ചെയ്ത ഈ പപ്പടത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പുറം ഇപ്പുറം നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നന്നായി ചൂടാവണം വെളിച്ചെണ്ണ, അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല രീതിയിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് കോരിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്നാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പടം ഓൾറെഡി നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ എഗ്ഗ് ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയത്. പക്ഷെ നമുക്ക് വെജിറ്റബിൾ മാത്രമായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കാം. അതോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഒരു ഇതിട്ടിട്ട് നമുക്ക് അത് ഫില്ലിംഗ് തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വേറെ വ്യത്യസ്തമായിട്ടുള്ള രുചികളിലാണ് നമുക്കത് കിട്ടുക. പക്ഷെ വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. ഈ ഒരു സ്നാക്സ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.